ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വന്നിട്ടില്ല, നമ്മളെ മോർണിംഗ് റൊട്ടീനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ നമുക്ക് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഉപ്പുമാവാണ്, റവ ഉപ്പുമാവാണ് കേട്ടോ ചായക്കുന്ന കടി. പിന്നെ ഇതാ നമ്മളെ ഉമ്മ തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് വഴുതനങ്ങ ഉപ്പേരി വെച്ചിട്ടുണ്ട്. അതേപോലെ കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം രാവിലെ തന്നെ തിളപ്പിച്ച് വെക്കും, സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ വേണം. അപ്പോൾ അതാ ഇന്നലത്തെ പരിപാടി എന്നെ ഇന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നലെ സമൂസ ഉണ്ടാക്കാൻ തുടങ്ങി, ഇതുവരെ കഴിഞ്ഞിട്ടില്ല വിചാരിച്ചു അല്ലേ. അപ്പോൾ ഇന്നിതാ പിന്നെ സമൂസ ഉണ്ടാക്കാൻ തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശാലുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ, വലിയ ആൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ സമൂസ വേണം. പഠനോത്സവമാണ് ഇത്ര അവരുടെ സ്കൂളിൽ. അപ്പോൾ അതിന് ഉള്ള സംഭവമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ മസാല ഉണ്ടാക്കി വെച്ചത് ഞാൻ കുറച്ച് അപ്പം തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അവന് രാവിലെ ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ രാവിലെ ഓലയൊക്കെ ചുറ്റി നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഞാൻ സ്കൂളിൽ പോകാനാകുമ്പോഴത്തേന് അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇതാ പഠനോത്സവം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ, ഞാൻ ആദ്യമായിട്ട് കേൾക്കാറുണ്ട്, ഞാൻ സംഭവം കേട്ടില്ല. ഞാൻ ആദ്യമായിട്ട്, നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു. അവർ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അത് പാലിയേറ്റീവിന് കൊടുക്കാനാന്ന് തോന്നുന്നു. ഈ പൈസ 5 രൂപ വെച്ചിട്ട് അപ്പുറത്തെ ക്ലാസ്സിലേക്ക് വിൽക്കാനത്രേ. അപ്പോൾ സംഭവം പാലിയേറ്റീവിന് കൊടുത്തില്ല കേട്ടോ, അവരുടെ ടീച്ചർ അവനക്ക് തന്നെ കൊടുത്തേക്കണം പൈസ. അപ്പോൾ ആ സമൂസ മൊത്തം ഞാനൊന്ന് വറുത്തെടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ അടച്ചിട്ട് റെഡിയാക്കിയിട്ട് അതിൽ തന്നെ കൊണ്ടുപോകാനാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേന് ഇക്കാക്ക് ചായ ഒക്കെ കൊടുത്ത്, ഇക്ക റോട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇക്കാക്ക് ചായ ഒക്കെ കൊടുത്ത് പിന്നെ ഞാനും ചായ കുടിച്ചു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചായ കുടിച്ചു. ഞാൻ ഈ സമയത്തൊന്നും ചായ കുടിക്കാറില്ല കേട്ടോ. 8 മണി, 8:30, 9 മണി, 10 മണിയൊക്കെ ആവും ചിലപ്പോൾ ചായ കുടിക്കുമ്പോൾ. അപ്പോൾ ഞാനും ഇന്ന് നേരത്തെയാണ് ചായ കുടി. അപ്പോഴത്തേന് നമ്മളെ ചോറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, വെന്ത്. ഞാനവിടെ വടിച്ച് അവിടെ കുറച്ച് നേരം അതിൻ്റെ ആവി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചാണ്. അപ്പോൾ ആ ചുച്ചുകുട്ടൻ്റെ പരിപാടി കണ്ടില്ലേ, രാവിലെ തുടങ്ങിയതാണ്. 2 സമൂസയും തിന്ന് ശാലും ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. ഉപ്മാവൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. മണ്ണും വാരി അങ്ങനെ കളിക്കും. അങ്ങനെയാണെങ്കിൽ ആൾക്കൊരു കുഴപ്പമില്ല, രാവിലെ അങ്ങനെ കളിച്ചോളും. പിന്നെ ഇതാ ശാലക്കുട്ടി, ഞാൻ പറഞ്ഞല്ലോ 9:45 ഓട്ടോ വരുന്നതിന് ഓൻ എന്ത് ചെയ്യുന്ന അറിയോ, രാവിലെ 8:30 ആകുമ്പോഴത്തേനും ഓന് റെഡിയായി ഇതാ ബാഗ് വിട്ട് അങ്ങനെ നടക്കും. അവനോട് ആ ബാഗ് അവിടെ താഴെ വെച്ചോടെ, വണ്ടി വരുമ്പോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ ഇതാ സമൂസ ഉണ്ടാക്കിയതും കൂടെ ഒന്ന് കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. താഴെ വെക്കാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ. അപ്പോൾ അതാ റെന്നക്കുട്ടി ഇന്ന് സ്കൂളിൽ പോകണില്ല കേട്ടോ. അവൾക്ക് ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാണ്, നല്ല പനിയുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളൊന്നും സ്കൂളിൽ പറഞ്ഞു വിടുന്നില്ല. അപ്പോൾ നമ്മളെ ചായയുടെയൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ, അവന് സ്കൂളിൽ വണ്ടി വരാനാകുമ്പോഴത്തേനും അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് നിന്നതാണ്. അല്ലെങ്കിൽ വണ്ടി വരാനിങ്ങനെ കാത്തു നിൽക്കുന്ന സമയം മനസ്സിങ്ങനെ പറയും, അയ്യോ ആ പണിയെടുത്താൽ മതിയായിരുന്നു, ഈ പണിയെടുത്താൽ മതിയായിരുന്നു, ഈ നിൽക്കുന്ന നേരം കൊണ്ട് ആ പണിയൊക്കെ കഴിഞ്ഞേനെ, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു ടെൻഷൻ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ, എന്നാൽ പാത്രം ഒന്ന് കഴുകി വെച്ചിട്ട് പോകാമല്ലോ വിചാരിച്ചു. പിന്നെ അവന് ശാലം ചൂടിലെ കഞ്ഞിയും കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. പിന്നെ ഇതാ നമ്മളെ കഞ്ഞിക്കുടിക്കാരെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3 പേർക്ക് രാവിലെ ചായ കുടി കഴിഞ്ഞാൽ കുറച്ച് ചൂടിൽ കഞ്ഞി കൊടുത്തിട്ടാണ് കേട്ടോ പറഞ്ഞു വിടുക. അപ്പോൾ അതിൻ്റെ കൂടെ ചുച്ചുക്കുട്ടനും കൂടെ ശാലം കഞ്ഞി ഒരുക്കി കൊടുക്കും. ചിലപ്പോൾ രാവിലെ ചായൻ്റെ കടിയൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഒട്ടും കഴിച്ചിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, അവർക്ക് പോകണം മുന്നേ കഞ്ഞി എടുക്കുമ്പോൾ അവനും കൂടെ 3 പേർക്കും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വാരി കൊടുക്കും. അപ്പോൾ അത് കഴിച്ച് കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ. അവന് ചോറ് കഞ്ഞി എടുത്താൽ എന്തായാലും ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ഏറിപ്പോയാൽ വേണം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മറ്റവനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആൾക്ക് വയറുവേദന എടുക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ ചോറ് കഞ്ഞി എന്തെങ്കിലും കണ്ട അപ്പോൾ അവനക്ക് വയറുവേദനയാണ്, അവനക്ക് വേണ്ട, കഴിക്കാൻ വേണ്ട. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്നെ ഒരു 4 വാ കഴിച്ച് കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ് രാവിലെ തന്നെ. അപ്പോൾ അതാ അവനക്ക് ചായ കൊടുത്ത് പിന്നെ എല്ലാവരും കൂടെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതാ മക്കളൊക്കെ റെഡിയായി ഓട്ടോക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല കളിയാണ്. ഓട്ടോ വരുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ ആൾക്കാർ റെഡി ആയിട്ട് കയറി നിൽക്കും കേട്ടോ. പിന്നെ ഇവിടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം കളിച്ച് അപ്പോൾ അവരങ്ങനെ സ്കൂളിൽ പോയി. പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്നതാ. പിന്നെ പച്ചരി വെള്ളത്തിൽ ഇട്ടാണ് രാവിലെ ഞാൻ കഴുകി വെച്ചതാണ്. അപ്പോൾ അതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിടാൻ മറന്നേക്കായിരുന്നു. കഴുകിയിട്ട് അങ്ങനെ കൊണ്ടുവച്ചേക്കാണ്, വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ ദോശ ഇടാനുള്ള പരിപാടിക്കാണ്. അപ്പോൾ പച്ചരിയൊക്കെ കഴുകി കൊണ്ടുവന്ന് വെള്ളത്തിട്ട് ചോർമ്മ വരുമ്പോൾ ഇടണം കേട്ടോ. നമ്മൾ രാവിലെ ഓർമ്മ ഉണ്ടാവുക ഇന്ന് ശാലം അരി വെള്ളത്തിൽ ഇടണമെന്ന്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാവാറുണ്ടോ? പിന്നെ ഓർമ്മ ഉണ്ടാവില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മറന്നിട്ടുണ്ടാവും. പിന്നെ അതങ്ങനെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഓർമ്മ വരുമ്പോൾ അങ്ങോട്ട് ഇട്ടാൽ കുഴപ്പമില്ലല്ലോ.
പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങൾ കഴുകിക്കൊടുന്നതൊക്കെ ഒന്ന് അടുക്കി വെക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കൂടി അവിടെ അങ്ങനെ കിടക്കും. അപ്പോൾ അത് അപ്പം തന്നെ ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ അവിടെ ഇരിക്കുമല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ വീഡിയോക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നാളെ തൊട്ടുള്ള വീഡിയോയിൽ ഇങ്ങനെ വരാതെ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അതാ പിന്നെ അടുത്ത പരിപാടി, അന്ന് 2-3 അറ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി തുണിയൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാൻ അങ്ങനെ നീളത്തിലൊരു അറയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇന്ന് മൊത്തത്തിലൊന്ന് വലിച്ചിട്ടിട്ട് ഇതാ കുറച്ച് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തുണികളവിടെ വെയിലത്തിട്ടിട്ട് ഞാൻ നേരെ വന്നത് നമ്മളെ റൂമിലേക്കാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഏറ്റവും മെനക്കെട്ടൊരു പണിക്കാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് അലക്കാനോ അതേപോലെ വിരിച്ചിടാനൊന്നും ഒരു പണിയില്ല, പക്ഷെ മടക്കി വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ. അതേപോലെ ആരെങ്കിലും ഉണ്ട് എന്നെ പോലെ മടക്കി വെക്കാൻ മടിയായിട്ടല്ല, സംഭവം മടുത്തിട്ടാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാ പണി ഒരുങ്ങിയിട്ട് നമ്മൾ റൂമിൽ കയറുമ്പോൾ മുക്കിൽ നോക്കുമ്പോഴേക്കാരം അയ്യോ തുണി മടക്കിയിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച്. അപ്പോൾ മടുത്തിട്ട് വേണ്ട, ഇനിയിപ്പോൾ ഏതായാലും നാളെ മടക്കി വെക്കാം, കുറച്ച് നേരം കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അന്നത്തെ തുണി അവിടെ വെക്കും. രാവിലെ മടക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എണീച്ചാലോ അത്ര ഒഴിവുണ്ടോ, നമുക്കൊക്കെ രാവിലെ തുടങ്ങുന്ന പണിയല്ലേ. പിന്നെ എന്നത്തെയും പോലെ വൈകുന്നേരം ആവും, അപ്പോൾ അതും അവിടെ കിടക്കും. അങ്ങനെ 2-3 ദിവസത്തെ തുണിയൊക്കെ ഒരുമിച്ച് ചിലപ്പോൾ മടക്കി വെക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ അപ്പം തന്നെ അങ്ങോട്ട് മടക്കി വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് 2-3 ദിവസത്തെ തുണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മൊത്തം ഒന്ന് മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ 5 രൂപ വേണം, ജെയിംസ് മുട്ടായി മേടിക്കണം. അപ്പോൾ അതിന് മുണ്ടെടുത്തിട്ട് പോകണം. അപ്പോൾ അത് മുണ്ടെടുത്തിട്ട് ശരിയാവണില്ല. അപ്പോൾ അതിന് മുണ്ടെടുത്തോണ്ടാണെന്നും പറഞ്ഞ് അതിന് വാശി പിടിച്ചാണ്, പൈസ വേണം. അപ്പോൾ പൈസയും മേടിച്ച് പിന്നെ മുണ്ടെടുത്ത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറയാണ് ജെയിംസ് മുട്ടായി മേടിക്കാനാണ്. അപ്പോൾ ഇതാ ആളെ മെയിൻ പരിപാടി അതാണ് കേട്ടോ. എങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിലും ചെരുപ്പ് കാലിലുണ്ടാവില്ല. അപ്പോൾ ഞാൻ അടിച്ചു വാരി തുടച്ചിടുക, അവൻ ആ മണ്ണ് അങ്ങനെ ഉള്ളിലേക്ക് ചവിട്ടി കയറ്റുക. അപ്പോൾ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണത്. ഞാനൊരു ദിവസം 4-5 പ്രാവശ്യമൊക്കെ അടിച്ചു വാരും, ചിലപ്പോൾ 1-2-3 പ്രാവശ്യമൊക്കെ ഞാൻ തുടക്കും, ചിലപ്പോൾ മടുത്തിട്ട് അങ്ങനെ അവിടെ ഇടും. അപ്പോൾ അവന് ചെരുപ്പ് ഇട്ട് മുണ്ട് കൊടുത്തിട്ട് ആൾ കടയിൽ പോയി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തുണിയൊക്കെ അലമാരയിൽ കൂടെ കൊണ്ടുവച്ച് പിന്നെ അതാ ഞാൻ ആ അറ മാത്രം ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ തോന്നി ഇനി ഇത് ഇങ്ങനെ നീട്ടിയിടണ്ട, ഈ അലമാര മൊത്തത്തിൽ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അലമാരൻ്റെ ഗ്ലാസിൻ്റെ മുകളിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഡോർ ഇങ്ങനെ വെച്ച് തന്നാണ് കേട്ടോ അവർ വെച്ച് തന്നപ്പോൾ ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പറയുക അങ്ങനെ ഉണ്ടാക്കി തരാൻ, വെറുതെ സ്പേസ് കളയണ്ടല്ലോ, വൃത്തിയേടായി കിടക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് അതേപോലെ ലോഷന്, അതേപോലെ കൊയമ്പ്, നമ്മുടെ കുട്ടികളുടെയൊക്കെ വിക്സ്, അതേപോലെ മുറിക്കില്ല ഓയിൽമെൻറ്റ്, മുറിയുടെ പൊടി, സ്റ്റിക്കറുകൾ, നമ്മളെ ബാൻഡേജ്, അതേപോലെ നമ്മൾ തീ പൊള്ളിയാലൊക്കെ തേക്കുന്ന ഓയിൽമെൻറ്റ്, അതിൻ്റെ മുറിക്കുള്ള പഞ്ഞി, അതുപോലെ എല്ലാ ഓയിൽമെൻറ്റും ഉണ്ട്. പുണ്ണിനുള്ളത്, വായു ഗുളിക, അതേപോലെ നമ്മുടെ തലവേദനക്കൊക്കെ ഗുളിക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നറിയോ, അതൊക്കെ ഞാൻ ഈ മുകളിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് അവിടേക്കോട്ട് എത്തില്ല, അവരൊന്നെടുത്ത് വായി വെക്കുകയോ ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ അത് മൊത്തം ഒന്ന് അതിൻ്റെ മുകളിൽ റെഡിയാക്കി വെക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ മൊത്തം പൊടിയാണ് കേട്ടോ. അവിടെ ഒന്നും ഞാൻ എപ്പോഴും തട്ടാറില്ല, മരുന്ന് അങ്ങനെ എടുക്കും അവിടെ തന്നെ വെക്കും. അപ്പോൾ അലമാര മൊത്തമായിട്ടൊന്ന് തുടച്ചിടാൻ വിചാരിച്ചു. പിന്നെ അതേപോലെ ഗ്ലാസിൻ്റെ താഴത്തും നമ്മുടെ കണ്ണാടിയുടെ താഴത്തും ഇതേപോലെ 2 അറയുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതേപോലെ നമ്മളെ കുട്ടികളെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന മരുന്നുകളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അതിലും വെക്കും. അതിലൊന്നും തുണി വെക്കില്ല കേട്ടോ. അപ്പോൾ അതും ഒന്ന് തട്ടിക്കുട്ടി മൊത്തമായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ആ മൊത്തത്തിൽ ഞാൻ അലമാര പുറം ഉള്ളും ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ ഞാൻ നമ്മുടെ ടേബിളും അതേപോലെ 6 ചെയറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെയറൊന്നും ഭയങ്കര വെയിറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് തുടച്ചാൽ മതി വിചാരിച്ചപ്പോഴത്തേന് നല്ല ചെളിയായിരുന്നു. അപ്പോൾ നല്ല നോമ്പൊക്കെ എടുത്ത് ക്ഷീണം കൊണ്ട് ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പണിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ അലമാര റെഡിയാക്കേണ്ട ഇടയ്ക്ക് ഇവിടെ കറിപ്പരിപാടിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. മോര് കാച്ചിട്ടുണ്ട്, അതേപോലെ ഇന്നലത്തെ കുറച്ച് മീനുണ്ടായിരുന്നു അത് വറുത്തിട്ടുണ്ട്. ഒരാൾ രാവിലെ മീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയിട്ട് ഈ നേരം വരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചു. അതേപോലെ നമ്മളെ വഴുതനങ്ങ ഉപ്പേരി ഉണ്ട്. അപ്പോൾ തൽക്കാലം വിശപ്പിനൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ഇതാ ഇപ്പോഴാണ് മീൻ കൊണ്ട് തന്നത്. രാവിലെ പോയ ആൾ ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്, 12 നമ്മുടെ ബാങ്ക് കൊടുക്കാൻ സമയത്താണ് മീനും കൊണ്ട് വന്നത്. അപ്പോൾ ഇനി അതും ഒന്ന് കഴുകി മസാല തേച്ച് വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാനിവിടെയൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയിടുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥിരം പരിപാടിയാണല്ലോ, അടിച്ചു വാരിയിട്ട് അവിടെ ഇടും. പിന്നെ ക്ലീനിങ് തുടക്കൽ ഭാഗമൊക്കെ ലാസ്റ്റിക്ക് നീക്കി വെക്കും. അപ്പോൾ അതാ അവിടെയൊക്കെ മൊത്തം അടിച്ചു വാരിയിട്ട് ഇനിയിപ്പോൾ അടുക്കളയും കൊണ്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിടണം. അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചുച്ചിക്കുട്ടൻ കണ്ട അവിടെ നല്ല കളിയാണ് കേട്ടോ.
എന്താണ് പരിപാടി? കളിച്ച എന്ത് കളിയാ കളിച്ചിട്ട് മടി? പോവാ കുളിച്ചാൻ പോവാ? പോവല്ലേ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. മീൻ കൊണ്ട് വന്നപ്പം റന്നക്കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നല്ല പനിയാണ് ആൾ. അപ്പോൾ ഉപ്പച്ചീനെ വെയിറ്റ് ചെയ്ത് 2-3 പ്രാവശ്യം എന്നെ കൊണ്ട് ഉപ്പച്ചീനെ വിളിച്ച് നോക്കും, ഉപ്പച്ചീനെ വിളിച്ച് നോക്കും പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ പോയി അവൾക്ക് മരുന്നൊക്കെ കൊടുത്തു. അവൾ കുറച്ച് നേരം അവിടെ കൊണ്ടുപോയി കിടത്തി ഉറക്കി. പിന്നെ നമ്മളെ പരിപാടി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനൊക്കെ കൊണ്ടുവന്ന് മീനൊക്കെ ഞാൻ കഴുകി മസാല വരട്ടിയിട്ട് വെച്ചിട്ട് 3/4 മണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് ചോറ് കഴിക്കാൻ നമ്മുടെ ഇന്നലത്തെ മീൻ വറുത്തൊന്നും പോരാ കേട്ടോ. നമുക്ക് അപ്പം എന്താ കൊടുക്കുന്നത് അപ്പം തന്നെ റെഡിയാക്കിയിട്ട് അപ്പം തന്നെ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, എന്നാലേ കഴിച്ചാൽ പോവുള്ളൂ. അപ്പോൾ ഇക്കാക്ക് 2 കഷ്ണം മീൻ അപ്പോൾ ചൂടോടെ തന്നെ പൊരിച്ചു കൊടുത്തു. ബാക്കി വൈകുന്നേരം പൊരിച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ അതുണ്ടല്ലോ. പിന്നെ ഉമ്മ അവിടെ എല്ലാ പണിക്കും പോയേക്കല്ലേ. അപ്പോൾ അങ്ങനെ മീൻ വറുത്തതും വഴുതനങ്ങ ഉപ്പേരിയും നമ്മളെ മോരുകറിയും ഒക്കെ ആയിട്ട് ഞാനും ഇക്കയും കൂടെ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് എപ്പോഴും വീണ് കിട്ടുന്ന ഒരു സുവർണാവസരമല്ലല്ലോ അല്ലേ ഇത്. നമുക്ക് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ സന്തോഷവും സമാധാനവും വേറെ എന്താ ഉള്ളത് അല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ അവസരം കിട്ടില്ല. അവർ പണിക്ക് പോയാൽ പിന്നെ വൈകുന്നേരമല്ലേ അവർ കൂടെ ഒരുമിച്ച് ഒരു നേരമല്ലേ ആഹാരം കഴിക്കുള്ളൂ. അപ്പോൾ കിട്ടുന്ന ചാൻസൊക്കെ നമ്മൾ പരമാവധി മുതലാക്കാൻ നോക്കുക. അപ്പോൾ ഞാനും ഇക്കയും കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ. പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അലക്കും നമ്മൾ ക്ലീനിങ്ങിൻ്റെ ബാക്കിയുണ്ടെന്നല്ല അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വലിയ ആളെ ചെറുതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ കിടത്തി ഉറക്കി. പിന്നെ വൈകുന്നേരം ഞാനൊക്കെയും കൂടെ റന്നക്കുട്ടീൻ്റെ സ്കൂളിൽ ഒപ്പനയുണ്ട് കേട്ടോ ശനിയാഴ്ച. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു, അതിനൊന്ന് പുറത്തു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.